നാഗമാണിക്യത്തെ നേരിട്ട് കാണുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. മോഹിനി പാറുവിനോട് നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന പാറു ഇതുവരെയും നാഗമാണിക്യം സ്വന്തമാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പാറു നിൽക്കുകയാണ്. അത് കാണുന്ന മോഹിനി നാഗമാണിക്യം എടുക്കാൻ നോക്കുമ്പോൾ പാറു നാഗമാണിക്യം എടുക്കാൻ നോക്കുകയാണ്. രണ്ടുപേരും നാഗമാണിക്യത്തിൽ തൊടാൻ കഴിയാതെ നിൽക്കുന്ന സമയം അവിടെ വരുന്ന കടന്നൽ നാഗമാണിക്യം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കടന്നൽ നാഗമാണിക്യം കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന പാറു നിങ്ങൾ ചതിച്ച് നാഗമാണിക്യം എടുക്കാമെന്ന് വിചാരിച്ചോ? നാഗമാണിക്യം കൊണ്ടുപോയത് ആരാണെന്ന് ചോദിക്കുകയാണ്. അത് മഹാകടന്നലാണ്. മഹാകടന്നൽ ഒരു രക്ഷസാണ്. 400 വർഷമായി മഹാകടന്നൽ നാഗമാണിക്യം സ്വന്തമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നാഗമാണിക്യം കിട്ടിയാൽ മഹാകടന്നലിന് മനുഷ്യരൂപത്തിലാകാൻ കഴിയും. മഹാകടന്നൽ മനുഷ്യരൂപത്തിലായാൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ രക്ഷസ് മഹാകടന്നലായിരിക്കുമെന്ന് പറയുകയാണ് മോഹിനി. ആ കാര്യം കേട്ട് ഞെട്ടുന്ന പാറു ഒരു ദുഷ്ടശക്തിയും നാഗമാണിക്യം സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് ഓടി പോവുകയാണ്. മോഹിനി ഒന്നും ചെയ്യാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. അത് കാണുന്ന രംഭ മോഹിനിയോട് ചേച്ചി പാറു പോയി, ഇവിടെ നിന്നാൽ നാഗമാണിക്യം കിട്ടില്ല. മഹാകടന്നൽ നാഗമാണിക്യം കൊണ്ടുപോകുന്നതിന് മുമ്പ് നാഗമാണിക്യം നമുക്ക് സ്വന്തമാക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന മോഹിനി അവിടെ നിന്ന് ഓടി പോവുകയാണ്. പാറുവും മോഹിനിയും കടന്നലിനെ കാണുകയാണ്. കടന്നലിനെ കാണുന്ന മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് കടന്നലിനെ ഒരു മാന്ത്രിക വലയത്തിന്റെ അകത്താക്കുകയാണ്. എന്നിട്ട് നാഗമാണിക്യം എനിക്കുള്ളതാണ്, 400 വർഷം മുമ്പ് ശാപം കിട്ടിയ നിനക്ക് ഒരിക്കലും മനുഷ്യരൂപം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മോഹിനി പറയുന്ന സമയം ആ മാന്ത്രിക വലയം പൊട്ടിച്ച് പുറത്തു വരുന്ന കടന്നൽ മോഹിനിയോട് നാഗമാണിക്യം പൂജിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യരൂപം കിട്ടും, അപ്പോൾ ഞാൻ ഏറ്റവും ശക്തിശാലിയായ രക്ഷസായി മാറും, പിന്നെ നിന്നെ ഞാൻ കടന്നലാക്കുമെന്ന് പറഞ്ഞ് മഹാകടന്നൽ അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുന്ന പാറു കടന്നലിന്റെ പുറകെ പോവുകയാണ്. ശേഷം കടന്നൽ പാലസിന്റെ അകത്തേക്ക് പോകുന്നു. പാറു കടന്നലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഹാളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുകയും ചിലതെല്ലാം തറയിൽ വീഴുകയും പില്ലോ എല്ലാം എടുത്തെറിയുകയും ചെയ്യുകയാണ്. തുടർന്ന് കിച്ചണിൽ പോകുന്ന പാറു കിച്ചണും അലങ്കോലമാക്കുകയാണ്. ശേഷം കടന്നലിന്റെ പുറകെ പോകുന്ന പാറുവിന്റെ മുന്നിൽ എല്ലാവരും വരികയാണ്. മുത്തശ്ശി പാറുവിനോട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ദീപാവലിയല്ലേ, ലക്ഷ്മി ദേവി വരുന്ന ദിവസം, അതുകൊണ്ട് പാലസ് മുഴുവൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. അപ്പോഴാണ് പാറുവിന് ഹാളും കിച്ചണും പാറു അലങ്കോലമാക്കിയത് ഓർമ്മ വരികയാണ്. ആ കാര്യം ഓർമ്മ വരുന്ന പാറു ആരെയും പാലസിന്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. കാരണം പാലസ് അലങ്കോലമായി കിടക്കുന്നത് കണ്ടാൽ സൗദാമിനിയും സീമയും ദുൽചന്തും പാറുവിനെ വഴക്ക് പറയും. അത് പേടിച്ചാണ് പാറു ആരെയും അകത്ത് കയറ്റാത്തത്. തുടർന്ന് പാറു തിരിഞ്ഞു നോക്കുമ്പോൾ ഹാൾ മുഴുവൻ വൃത്തിയായിരിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാറു. ഇത് ആരായിരിക്കും ഇവിടെ എല്ലാം വൃത്തിയാക്കിയതെന്ന് പറഞ്ഞ് പാറു നിൽക്കുമ്പോൾ അവിടെ മോഹിനി വരികയാണ്. കുറച്ചു നേരം മുമ്പ് പാറുവിന്റെ പുറകെ വന്ന മോഹിനിയാണ് മാന്ത്രിക ശക്തി പ്രയോഗിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയത്. അത് മനസ്സിലാക്കുന്ന പാറു രക്ഷസ് എന്തിനായിരിക്കും എന്നെ സഹായിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് പാറു. ഈ സമയം പാറുവിനെ നോക്കുന്ന മോഹിനി നാഗമാണിക്യം കിട്ടണമെങ്കിൽ മഹാകടന്നലിനെ പിടിക്കണം, പാറു വഴി മാത്രമേ മഹാകടന്നലിനെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് മോഹിനി. ശേഷം പാറു എല്ലാവരോടും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ബഹളത്തിലും തള്ളിലും എല്ലാവരും ക്ഷീണിച്ചു കാണും, ഞാൻ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി മഞ്ഞളിട്ട പാൽ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോവുകയാണ്. അത് കാണുന്ന പാറു എല്ലാവരും റൂമുകളിൽ റെസ്റ്റ് എടുക്കുന്ന ഈ സമയമാണ് നല്ല സമയം, കടന്നലിനെ പിടിക്കാമെന്ന് പറഞ്ഞ് പാറു കടന്നലിന്റെ പുറകെ പോകുന്ന സമയം പാറു വീഴാൻ പോകുമ്പോൾ മോഹിനി പാറുവിന്റെ കയ്യിൽ പിടിച്ച് പാറുവിനെ രക്ഷപ്പെടുത്തുകയാണ്. അവർ രണ്ടുപേരും കൈപിടിച്ച് നിൽക്കുന്നത് കാണുന്ന രമ്യയും മൻമോഹനും അന്തം വിട്ട് നിൽക്കുകയാണ്. പാറുവിനോട് മോഹിനി നാഗമാണിക്യം എനിക്ക് വേണം, നമ്മൾ ആർക്കാണ് നാഗമാണിക്യം സ്വന്തമെന്ന് ഇപ്പോൾ അറിയാൻ കഴിയില്ല, കാരണം രക്ഷസിന്റെ കൈകളിലാണ് നാഗമാണിക്യം ഇപ്പോൾ ഉള്ളത്. നമ്മൾ രണ്ടുപേരുടെ ശക്തിയെക്കാളും ഇരട്ടി ശക്തിശാലിയാണ് കടന്നൽ രക്ഷസ്. രക്ഷസിനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് മോഹിനി. നീ സ്വപ്നം കാണുകയാണ്, എനിക്ക് എന്റെ നാഗമാണിക്യം കണ്ടുപിടിക്കാൻ ആരുടെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് പാറു തിരിഞ്ഞു പോകാൻ തുടങ്ങുന്നത് കാണുന്ന മോഹിനി നീ ചെയ്യുന്നത് തെറ്റാണ്, നിനക്ക് രക്ഷസിനെ കുറിച്ച് ഒന്നും അറിയില്ല, 400 വർഷമായി ആ രക്ഷസ് നാഗമാണിക്യത്തിനായി ഭൂമിയിൽ അലയുകയായിരുന്നു, എനിക്ക് മാത്രമേ അവളുടെ ശക്തിയെക്കുറിച്ച് അറിയാവൂ, നിനക്ക് എന്റെ ഹെൽപ്പില്ലാതെ കടന്നലിന്റെ അടുത്ത് പോലും പോകാൻ കഴിയില്ല എന്ന് മോഹിനി പറയുന്നത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് പാറു. പാറു മോഹിനിയുടെ കൂടെ നിൽക്കുമോ? പാറുവിനും മോഹിനിക്ക് നാഗമാണിക്യം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് അറിയാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ വീട്ടിൽ ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.